നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം ഉമ്മയും സഹോദരനെയും ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ കൊലപ്പെടുത്താൻ ഉറച്ച രാത്രി അഫാൻ നടത്തിയത് വൻ പ്ലാനിംഗ് എന്ന് പോലീസ്. ഇതിന്റെ ഭാഗമായാണ് അഫാൻ തന്റെ വീട്ടിലേക്ക് ഫർസാനെയും എത്തിച്ചത്. മാതാവ് ഷമിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് ഫർസാനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. നാഗർകുഴിയിലെ കടയിൽ നിന്ന് അഫാൻ മുളകുപൊടി വാങ്ങി. കൊലപാതകത്തിനിടെ വീട്ടിലേക്ക് എത്തുന്നവരെ ആക്രമിക്കാനായിരുന്നു ഈ നീക്കം. പെരുമലയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തുന്നതിനിടെയായിരുന്നു അഫാൻ ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്. സാമ്പത്തിക പ്രയാസങ്ങളെ ഞെരുങ്ങി കൂട്ട ആത്മഹത്യ ചെയ്യാനാണ് അഫാന്റെ കുടുംബം തീരുമാനിച്ചതെങ്കിൽ അഫാൻ വീട്ടിലേക്ക് ഫർസാനെ കൂടി വിളിച്ചുകൊണ്ടുവന്നത് എന്തിനാണെന്ന ചോദ്യം പോലീസിനെ കുഴക്കിയിരുന്നു. താൻ കൊലപാതകം നടത്തിയ സാഹചര്യത്തിൽ ഫർസാനയ്ക്ക് ആരുമില്ലാത്ത അവസ്ഥ വരാതിരിക്കാനാണ് ഫർസാനെ കൂടി കൊന്നതെന്ന് അഫാൻ പറഞ്ഞതായി വാർത്തകളൊക്കെ വന്നിരുന്നു. തെളിവെടുപ്പ് വേളയിലായിരുന്നു അഫാൻ മാലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനോട് പറയുന്നത്. അബ്ദുറഹീമിന്റെ കാർ പണയപ്പെടുത്തിയത് ഫർസാനയുടെ മാല തിരികെ എടുത്ത് നൽകാനായിരുന്നു എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. തനിക്ക് ഫർസാനയോട് പ്രണയമല്ല, കടുത്ത പകയാണ് തോന്നിയതെന്നാണ് അഫ്സാന്റെ പുതിയ മൊഴി. പണയം വയ്ക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതായിരുന്നു വൈരാഗ്യ കാരണമെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിൽ അറിഞ്ഞു. മാല തിരികെ കിട്ടാൻ ഫർസാന അഫാനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കി. ഇത് ഫർസാനയുടെ തനിക്ക് കടുത്ത പക തോന്നാൻ കാരണമായെന്നും അഫാൻ പറയുന്നു. ലത്തീഫിനെ കൊല്ലാൻ പോകുമ്പോൾ നാഗർകുഴിയിലുള്ള കടയിൽ നിന്നും സിഗരറ്റും മുളകുപൊടി അഫാൻ വാങ്ങി. കൊലപാതകം നടത്തുമ്പോൾ ആരെങ്കിലും വന്നാൽ അവിടെ വെച്ചും അവരെ അപായപ്പെടുത്താനാണ് മുളകുപൊടി വാങ്ങിയെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനിടെ ബാഗിൽ നിന്ന് പോലീസ് മുളകുപൊടി കണ്ടെടുത്തിരുന്നു. ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയ ശേഷം ലത്തീഫിന്റെ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് അഫാൻ 3 സിഗരറ്റ് വലിച്ചു തീർത്തു. ഇതിനുശേഷമാണ് വീട് വിട്ടിറങ്ങിയത്. ഇതിന് പിന്നാലെ വെഞ്ഞാറമൂടിലെ ബാർലത്തി 4 പെഗ് മദ്യം കഴിച്ച ശേഷം 350 ml മദ്യം കുപ്പിയിൽ വാങ്ങി. ഇതിനുശേഷമാണ് ഫർസാനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത്. പെരുമലയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് അഫാൻ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് പറഞ്ഞത്. ഷാൾ ഉപയോഗിച്ച് ഉമ്മയെ ഭിത്തിയിൽ തലക്കടിച്ച് കൊലപ്പെടുത്താനാണ് അഫാൻ ആദ്യം ശ്രമിച്ചത്. രക്തം വാർന്ന നിലയിൽ ഉമ്മയെ മുറിയിലിട്ട ശേഷം ഇയാൾ മുത്തശ്ശി സൽമാ ബീവിയുടെ വീട്ടിലേക്ക് പോയി. മുത്തശ്ശിയും പിതൃ സഹോദരയും അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം തിരികെ വീട്ടിലെത്തിയ അഫാൻ മുറിയിൽ നിന്ന് ഉമ്മയുടെ ഞരക്കം കേട്ടതോടെ വീണ്ടും ആക്രമിച്ചു. തുടർന്നാണ് മുറി പൂട്ടിയത്. ആക്രമണം നടത്തുമ്പോൾ ശബ്ദം കേട്ട് ആരെങ്കിലും എത്തിയാൽ അവരെ നേരാൻ അപ്പോഴും മുളകുപൊടി കയ്യിൽ കരുതിയിരുന്നതായും ഇയാൾ മൊഴി നൽകി. മുളകുപൊടി മുഖത്തേക്കിറങ്ങി അവരെ ആക്രമിക്കുകയായിരുന്നു ലക്ഷ്യം. കൂടാതെ ഷമിയെ ആക്രമിച്ച വിവരം പുറത്തറിയിക്കാതിരിക്കാനും ആരും ഇവിടേക്ക് കയറാതിരിക്കാനും ഷമിയെ ആക്രമിച്ച ശേഷം മുറി പൂട്ടിയ അഫാൻ താക്കോൽ ശുചിമുറിയിലെ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചിരുന്നു. പെരുമലയിലെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ താക്കോൽ കണ്ടെടുക്കുകയും ചെയ്തു. അഫാന്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടെ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരിച്ച് ജയിലിലേക്ക് എത്തിച്ചു. അഫാന്റെ പിതൃമാതാവ് സൽമാ ബീവിയുടെ കൊലപാതകത്തിൽ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ തെളിവെടുപ്പാണ് കഴിഞ്ഞ 2 ദിവസമായി നടന്നത്. അഫാൻ ചുറ്റിക വാങ്ങിയ കട, സൽമാ ബീവിയുടെ മാല പണയം വെച്ച സ്ഥാപനം, ചുറ്റിക വയ്ക്കാൻ ബാഗ് വാങ്ങിയ കട, പണം നിക്ഷേപിച്ച ATM എന്നിവിടങ്ങളിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. കട ഉടമകളും പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരും പ്രതി തിരിച്ചറിഞ്ഞു. തെളിവെടുപ്പിനെത്തിച്ച സ്ഥലത്തിലെല്ലാം വൻ ജനക്കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനാൽ തന്നെ വൻ പോലീസ് സുരക്ഷയിലാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. സംഭവ ദിവസം ഉച്ചയ്ക്ക് 12ഓടെ മാതാവുമായി വഴക്കിട്ട ശേഷം മാതാവിനെ ആക്രമിച്ചു കഴുത്തിൽ ഷാൾ മുറുക്കുകയായിരുന്നുവെന്ന് അഫാൻ പറയുന്നു. മാതാവ് മരിച്ചുവെന്ന് കരുതിയാണ് വീട് പൊട്ടി പണമിടപാട് സ്ഥാപനത്തിലെത്തി പൈസ കടം വാങ്ങിയത്. ശേഷം കടയിൽ നിന്നും ചുറ്റിക വാങ്ങി നേരെ പാങ്ങോട്ടെത്തി പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തി. ഇതിനുശേഷം സൽമാ ബീവിയിൽ നിന്ന് മോഷ്ടിച്ച മാല തിരികെ പണമിടപാട് സ്ഥാപനത്തിൽ ഏൽപ്പിച്ചെന്നും അഫാൻ നൽകിയ മൊഴിയിലുണ്ട്. ആദ്യ കൊലപാതകത്തിന് പോകും മുമ്പ് മാതാവിന്റെ കഴുത്ത് ഞെരിക്കുകയായിരുന്നു. ഈ സമയം തല ചുമരിൽ ഇടിച്ചുവെന്നും പറഞ്ഞു. തിരികെ വീട്ടിലെത്തിയപ്പോൾ മാതാവ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ മാതാവ് നിലത്ത് കിടന്ന് കരയുന്നതാണ് കണ്ടത്. പിന്നീട് വീണ്ടും ചുറ്റിക കൊണ്ടായിരുന്നു തലക്കടിച്ച് മരണം ഉറപ്പാക്കിയെന്നും അഫാൻ പറയുന്നു. തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിൽ യാതൊരു ഭാവവ്യത്യാസമില്ലാതെയാണ് അഫാൻ കടന്നുപോയത്. സൽമാ ബീവിയെ കൊന്ന രീതി പോലീസിന് ഒരു ഭാവമാറ്റവുമില്ലാതെ അഫാൻ വിവരിച്ചു നൽകി. അഫാന്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചതിനാൽ ഉച്ചയുടെ നെടുമങ്ങാട് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി. പ്രതിയുടെ പിതൃ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ കസ്റ്റഡി അപേക്ഷ കോടതി സ്വീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വിട്ടേക്കും. തുടർന്ന് ഇതിലെ തെളിവെടുപ്പും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.